നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പിരിച്വാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണിയെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നത്. എന്താണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വൽ അവേക്കണിങ്, സ്പിരിച്വൽ ജേണി എന്താണ്? ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്ന എല്ലാവരും സ്പിരിച്വൽ ജേണിയിലാണ് എന്നൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്. എന്താണ് ആദ്യം സ്പിരിച്വൽ അവേക്കണിങ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരുടെയും വിചാരം ഒരുപാട് ഭക്തി ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഈശ്വരനോട് അടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം പ്രാർത്ഥനയും മന്ത്രജപങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതാണ് സ്പിരിച്വാലിറ്റി എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. അത് സ്പിരിച്വാലിറ്റിയുടെ ചെറിയൊരു പോർഷൻ മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നത് എല്ലാവർക്കും സംഭവിക്കണം എന്നില്ല. അതായത് ഇപ്പം നിങ്ങൾ പറയുന്നില്ലേ, പലരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്തുകൊണ്ടാണ് അവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്, അവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമായ രീതിയിലുള്ള വ്യത്യാസമാണ്. നമ്മൾ ചിന്തിക്കുന്നത് സ്പിരിച്വലിയാണ്, അവർ ചിന്തിക്കുന്നത് ഒരു നോർമൽ ലൈഫിലുള്ള ആൾ. അതായത് നമ്മളും ഈ ഒരു ഭാഗത്തിലേക്ക് മാറുന്നതിന് മുൻപ് നമ്മളും ഇതേ രീതിയിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഇന്ന് അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ. അപ്പം നമുക്ക് എങ്ങനെ ഈ ചേഞ്ചസ് വന്നു? ഒരു ബുക്ക് വായിച്ചത് കൊണ്ടോ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തണം എന്ന് നിർബന്ധമില്ല. പ്രാർത്ഥന ഒരു ഘടകമാണ്, സാധ്യതയുണ്ട്. പക്ഷെ ബുക്ക് വായിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ കേട്ടു പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ബുക്സൊക്കെ വായിച്ചിട്ട് ഇപ്പം സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുകയാണ് എന്നത്. നമ്മൾ ഇത്തരത്തിലൊരു മാറ്റം നമ്മുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് യൂണിവേഴ്സ് തന്നെ തീരുമാനിക്കുന്നതാണ്. നമ്മൾക്ക് സ്പിരിച്വൽ അവേക്കണിങ് അതിനുള്ള ടൈമായി എന്നത് യൂണിവേഴ്സ് തന്നെ തീരുമാനിക്കും. അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ടാവും. അതായത് നമ്മളാണല്ലോ നമ്മുടെ ലൈഫിൻ്റെ ക്രിയേറ്ററും, നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ ജഡ്ജിയും ഒക്കെ. പിന്നെ എങ്ങനെയാണത് യൂണിവേഴ്സ് തീരുമാനിക്കുന്നത് എന്ന്? നമ്മളും യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്, നമ്മളും കൂടെ ചേർന്നതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം നമ്മളിലേക്ക് വരുന്നത്. പല രീതിയിൽ നമുക്ക് സ്പിരിച്വൽ അവേക്കണിങ്ങിനുള്ള സാധ്യതകളുണ്ട്. പ്രാർത്ഥന ഒരു ഘടകം മാത്രമാണ്. അത് വളരെ കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രമേ പ്രാർത്ഥനയിലൂടെ ആത്മീയ തലത്തിലേക്ക് എത്തുന്നവരുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു നോർമൽ ലൈഫ് കൊണ്ടുപോകുന്ന ഒരു ആൾക്ക് അവരുടെ ലൈഫിലുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് ചിലപ്പോൾ ഒരു ഡിവോഴ്സ് ആവാം, ചിലപ്പോൾ വളരെ സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ ഡെപ്തോടു കൂടിയൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുക. അതായത് നമുക്ക് ഒരു സോൾ ഷോക്ക് തരിക എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു മെൻ്റൽ ഷോക്ക് അല്ലെങ്കിൽ ഒരു സോൾ ഷോക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മെജോറിറ്റി സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേണി ആയിട്ട് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, എല്ലാ സ്പിരിച്വൽ ജേണിയും ട്വിൻ ഫ്ലെയിം ജേണി അല്ല. ട്വിൻ ഫ്ലെയിം ജേണി ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിൻ്റെ പിറകെ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതങ്ങനൊന്നുമല്ല, അതാദ്യം മനസ്സിലാക്കുക. അതൊക്കെ വളരെ റെയറായിട്ട് മാത്രം ലഭിക്കുന്നതാണ് ഈ ഒരു TF ജേണി എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമുക്ക് സ്പിരിച്വൽ ജേണി കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ്? നമുക്ക് ഒരു ട്രോമ, അതായത് നമുക്കൊരു സോൾ ഷോക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. മെജോറിറ്റി കേസും അങ്ങനെയാണ്. അതായത് മേ ബി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു റിലേഷൻ ബ്രേക്കായി പോകുന്നതാവാം, നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് മരണപ്പെടുന്നതാവാം, നമ്മുടെ ഒരു
ഒരു ലവ് റിലേഷൻഷിപ്പ് ബ്രേക്കായി പോയിട്ട് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അഗാധമായി നമ്മൾ താഴ്ന്നു പോകും. അതായത് എത്രത്തോളം ലോവർ വൈബ്രേഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റുമോ അത്രയും ലോ ആയി പോവുക നമ്മൾ. അവിടെ നിന്ന് പിടിച്ച് കയറി വരുമ്പോഴേക്ക് അതൊരു സ്പിരിച്വൽ ജേണിയിലേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡിവോഴ്സ് കേസുകൾ, പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കാണാനിടയാവാം. അത് എന്തും ആവാം, അത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തതാവണം എന്നൊരു നിർബന്ധവുമില്ല. ഇപ്പം വേറൊരാളുടെ ലൈഫിലുണ്ടാകുന്ന ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഏതെങ്കിലും അസുഖങ്ങളാവാം, അല്ലെങ്കിൽ വളരെ റെയറായിട്ട് ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ബുക്സൊക്കെ വായിച്ചിട്ട്, അത് വളരെ റെയറാണ്, അതിന് സാധ്യത വളരെ കുറവാണ്. ഏതെങ്കിലും ഒരു തോട്ട്സോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസോ ഒരാളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയാവാം. ചില വ്യക്തികളുടെ സ്വാധീനമാവാം. അതായത് നമുക്ക് ആ ഒരു ജേണി, ഒരു സ്പിരിച്വൽ ജേണി നമുക്ക് ഈശ്വരൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് തക്കതായ ഒരു സാഹചര്യം നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാവും. അത് വ്യക്തികളാവാം, നമ്മുടെ ജോലിയാവാം, നമ്മുടെ റിലേഷൻഷിപ്പാവാം, നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു കാഴ്ചയാവാം, നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ആവാം. ഇനി ഇതൊന്നുമല്ല, നമ്മൾ കാണുന്ന ഒരു സിനിമയാവാം, മറ്റുള്ളവർ കേൾക്കുന്ന ഒരു കഥയാവാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു സോൾ ഷോക്കിനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിൽ കൂടുതലായിട്ടും നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് സാധ്യത കൂടുതലുള്ളത്. സോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾക്ക് അഗാധമായി നമ്മൾ ലോവർ വൈബ്രേഷനിലേക്ക് പോവുകയും അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കയറാൻ വേണ്ടി കുറേ നമ്മൾ ഡിപ്രഷനൊക്കെ അടിച്ച് നടക്കും, വളരെ ഒരു ലോവർ എനർജിയിലൊക്കെ നമ്മൾ പോവും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ച് കയറാന്ന് വെച്ചാൽ അത്രയും ഡെപ്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. ഈ ഒരു സാഹചര്യത്തിൽ മെജോറിറ്റി ആളുകൾക്കും, ഞാൻ ആദ്യമേ പറയാം, എല്ലാവരുടെയും ലൈഫ് ഡിഫറെൻ്റാണ്, എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഡിഫറെൻ്റാണ്, എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഡിഫറെൻ്റാണ്, കർമ്മ ഡിഫറെൻ്റാണ്. സോ ഒരിക്കലും ഇത് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, ഇത് ഇങ്ങനെ ആകുള്ളൂ എന്ന് പറയുന്നതല്ല. ഒരു സാധ്യത മാത്രമാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അതായത് ഇങ്ങനെ ഡെപ്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം. നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കേണ്ടുന്ന ആളുകൾ, അതായത് നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ പാരൻസ്, നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ നെയ്ബേഴ്സ്, നമ്മുടെ മറ്റ് റിലേറ്റീവ്സ് എന്ന് വേണ്ട നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കൊളീഗ്സ് ആവാം, നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തുക മീൻസ് പൂർണ്ണമായും നമ്മൾ ഒറ്റയ്ക്കാവും. ഈ ഒറ്റപ്പെടലിന് പിന്നിലും ഒരു സാഹചര്യമുണ്ടാവും നമ്മുടെ ലൈഫിൽ. അതിന് ആ ഒരു മീൻസ് ഒറ്റപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. ഇനി ഇൻ കേസ് നമ്മുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഈശ്വരാധീനം കൊണ്ട് ദുരന്തങ്ങളൊന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ നമുക്ക് വേദനാജനകമായ ഒന്നും സംഭവിച്ചില്ല എന്നിരിക്കട്ടെ, സ്വമേധയാ നമ്മൾ തന്നെ ഒരു ഐസൊലേഷനിലേക്ക് പോവും. സ്വമേധയാ നമ്മൾ തന്നെ അതിന് തക്കതായ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെയെങ്കിലും കാര്യങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് മനസ്സിന് ഒറ്റയ്ക്കിരിക്കണം എന്നൊരു ഇതിലേക്ക് നമ്മൾ മാറും. നമ്മൾ കൂടുതലും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരും. നമ്മളിലേക്ക് നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ തുടങ്ങും. ഞാൻ ആരാണ്, എന്തിനാണ് ഞാൻ, എന്താണ് എൻ്റെ പർപ്പസ്, എന്താണ് സോൾ കോൺട്രാക്ട്സ് എന്താണ്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള നമ്മളിലേക്ക് തിരിയുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിലേക്ക് പോപ്പപ്പ് ചെയ്ത് വരാൻ തുടങ്ങും. സോ നമ്മളതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാനും അതിന് പിറകെ കണ്ടെത്താനും നമ്മൾ പോവും. അതിനുവേണ്ടി നമ്മൾ ബുക്സ് വായിക്കാം. ഇതുപോലുള്ള ഗുരുക്കന്മാർ ഒരുപാട് ഗുരുക്കന്മാരുണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്യാൻ തുടങ്ങും, അന്വേഷിക്കാൻ തുടങ്ങും.
അന്വേഷിച്ച് നമുക്ക് ഒടുവിൽ നമ്മളൊരു സോളാണെന്നും നമുക്ക് ഈ യൂണിവേഴ്സിനോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ പലരും തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ സ്പിരിച്വൽ ജേണി ഇങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അതായത് ഇതിനൊരു സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിലൂടെ മാത്രമേ നിങ്ങൾ കടന്നു പോകത്തുള്ളൂ. അത് വന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം നമ്മളെല്ലാം ഗൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സാണ്. നമ്മളെല്ലാം ഗൈഡ് ചെയ്യുന്ന യൂണിവേഴ്സാണ്. സോ നമ്മൾ ഈ ഒരു രീതിയിലേക്കൊക്കെ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ പല ഹെൽപ്പും നമുക്ക് ചുറ്റും നിന്ന് ഒരുപാട് ഡിവൈൻ പവേഴ്സ് ഉണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പൂർവികർ. അപ്പം നമുക്കങ്ങനെ കൃത്യമായൊരു ഗൈഡൻസ് ലഭിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ കറക്റ്റ് പോകേണ്ട റൂട്ടിൽ തന്നെ നമ്മൾ പോയിക്കോളും. ഓക്കെ. അപ്പം ഈ ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് ഈവൻ TF ജേണി ആണെങ്കിൽ പോലും അത് ഇങ്ങനെ മാത്രമേ ആവത്തുള്ളൂ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ ഒരു കാര്യം ഈ ഒരു ചാനൽ ഞാൻ പറയാൻ തന്നെ മെയിനായിട്ടുള്ള റീസൺ, എനിക്ക് ഒരുപാട് മെയിൽ വരുമ്പോൾ എൻ്റെ ഇന്നേ സ്റ്റേജിലാണ് ഞാൻ, എൻ്റെ സെക്കൻഡ് സ്റ്റേജിലാണ് ഞാൻ, ഞങ്ങളുടെ സെപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പേര് ഈ ജേണി റിലേറ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അതിനായിട്ടുള്ള ചാനൽസ് ഉണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാനിതിൽ മുന്നേ പറഞ്ഞതാണ്, ഇത്തരത്തിലുള്ള ജേണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ വീഡിയോസിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് പറയുന്നതാണ്, അവരുടെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കാണുന്നത് ആരുടെ വീഡിയോ ആയിക്കോട്ടെ, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടേത് പറ്റുമോ? അവർ എക്സ്പീരിയൻസ് ചെയ്ത സ്റ്റേജസേ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടേത് ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഒരു 10 വീഡിയോസ് നിങ്ങൾ കാണുന്നു, 10ൽ ഒരു 7 കോമൺ ആണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്കും അത് തന്നെ വരണം എന്ന് ശാഠ്യം പിടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ജേണി ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ശാഠ്യം പിടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഐസൊലേഷനിലാവും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റയ്ക്കായാൽ മാത്രമേ നമുക്ക് നമ്മളിലേക്ക് തിരിയാനും നമ്മളെപ്പറ്റി കൂടുതൽ ആഴത്തിൽ അന്വേഷിക്കാനും ഈ യൂണിവേഴ്സിനെ പറ്റിയും ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ നമുക്കതിനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എന്തിനാണ് സ്പിരിച്വൽ ജേണി തരുന്നത്? നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എല്ലാം കളയുവാനും നമ്മളെ കൂടുതലായി പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ ലോവർ സെൽഫിൽ നിന്നും നമ്മുടെ ഹയർ സെൽഫിലേക്ക് എത്തിക്കുവാനും. അത് മാത്രമല്ല, നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ യൂണിവേഴ്സിനോട് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ചുറ്റിലുള്ള ആളുകളെയും നമുക്ക് ചുറ്റിലുള്ള മറ്റ് സഹജീവികളെയും സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടുന്ന ഹീലിംഗ് കൊടുക്കുവാനും ഗൈഡൻസ് കൊടുക്കുവാനും അവർക്ക് നല്ല രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ, അത് ഏത് രീതിയിലും ആവാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സ്പിരിച്വൽ അവേക്കണിങ്ങും സ്പിരിച്വൽ ജേണിയൊക്കെ നമുക്ക് തരുന്നത്. അല്ലാണ്ട് ഒരാളെ കാണാനും അയാളെ ഇഷ്ടപ്പെടാനും അയാളെ കല്യാണം കഴിക്കാനും വേണ്ടിയിട്ടല്ല. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ തരുന്നത് നമ്മളിലേക്ക് തിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സോൾ പർപ്പസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഒരു ജേണി ഡിവൈൻ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും യൂണിവേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യും. നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ഒരാവശ്യവുമില്ല. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഏത് കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കണം തുടങ്ങി എല്ലാ ഗൈഡൻസും നമ്മുടെ മുമ്പിൽ തന്നെ പോപ്പപ്പായിട്ട് വരും. അത് പല രീതിയിലായിട്ട് തന്നെ വരും. പലപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ലേ, നമ്മളെ റേക്കി ഗൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്നു എന്ന്. എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്? അത് നമ്മൾ കാണുന്ന ചാനലിലൂടെയോ, അല്ലെങ്കിൽ ഒരു ടാരോട്ട് കാർഡ് റീഡറിൻ്റെ അടുത്ത് പോയിട്ട് നോക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു അസ്ട്രോളജറുടെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടോ അല്ല.
നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ടിന് യൂണിവേഴ്സ് പല രീതിയിൽ സയൻസായിട്ടും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ പറയണ പോലെ 2 ബട്ടർഫ്ലൈസിനെ കാണുന്നതോ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതോ അല്ല. ഞാൻ പറയുന്ന സയൻസ് അങ്ങനെയല്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് മെഡിറ്റേഷനിലൂടെ ആവാം. മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. ചില ശബ്ദങ്ങളിൽ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരും. പല രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാക്കി തരും മെഡിറ്റേഷനിലൂടെ. ഇനി രണ്ടാമത്തെ കാര്യമാണെങ്കിൽ റേക്കിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റേക്കി നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് പല രീതിയിലും നമുക്ക് ആൻസർ ലഭിക്കും. പല രീതിയിൽ. അത് ചിലപ്പോൾ നിങ്ങളൊരു റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ഫിലിമിൻ്റെ ഒരു പോസ്റ്റർ ആവാം നിങ്ങൾ കാണുന്നത്. അതിലുള്ള ഒരു കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്നൊരു കാര്യം നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരമാവാം. അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത 2 പേര് നിന്ന് സംസാരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ അടുത്ത് കൂടെ നിങ്ങൾ പോകുന്ന സമയത്ത് അവർ സംസാരിക്കുന്നതിൻ്റെ ഒരു ആൻസർ നിങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായിരിക്കാം. നിങ്ങളൊരു ഷോപ്പിൽ നിന്നൊരു സാധനം, സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഒരു ഷോപ്പിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കാൻ നമുക്ക് ഈ പേപ്പറിൽ പൊതിഞ്ഞിട്ട് തരുന്നൊരു പരിപാടിയുണ്ട്. നമ്മൾ ചോദിക്കുന്ന ഉത്തരം ചിലപ്പോൾ ആ ന്യൂസ് പേപ്പർ ആ ഒരു കട്ടിങ്സിൽ നിന്ന് നമുക്ക് കിട്ടാം. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ TV ഓണാക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ പോപ്പപ്പായിട്ട് വരുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാവാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് സയൻസ് ലഭിക്കാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സ് ആണെങ്കിലും നമ്മുടെ ഡിവൈൻ പവേഴ്സ് ആണെങ്കിലുമൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടാവും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മളെ ആരോ നമുക്ക് പറഞ്ഞു തരുന്ന പോലൊക്കെ നമുക്ക് തോന്നാം. ഇതൊക്കെയാണ് യൂണിവേഴ്സൽ സയൻസ്. നമുക്ക് ഈ സ്പിരിച്വൽ ജേണിയൊക്കെ തരുന്നത് നമ്മളിലേക്ക് തിരിയാനും നമ്മുടെ ചുറ്റിലുള്ള എല്ലാവർക്കും നന്മ വരുത്താനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ബാഡ് കർമാസൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട സമയമായി എന്ന് യൂണിവേഴ്സ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിനോടൊപ്പം മറ്റുള്ളവരുടെ ബാഡ് കർമാസ് റിലീസ് ചെയ്യാനും അവർക്ക് ഒരു നമ്മൾ അവരെ ഒരു ഹീൽ ചെയ്യാനുള്ളൊരു കാരണക്കാരാവാനും അവർക്ക് നല്ല ഒരു വഴി കാട്ടിക്കൊടുക്കാനും നമ്മൾ ചിലപ്പോൾ ഒരു കാരണമായേക്കാം. ഇതിനൊക്കെ വേണ്ടിയാണ് സ്പിരിച്വൽ ജേണിയും സ്പിരിച്വൽ അവേക്കണിങ് ഒക്കെ നമുക്ക് ഈശ്വരൻ തരുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. എല്ലാ നന്മയും ഉണ്ടാവട്ടെ. താങ്ക് യു.